ശ്രീ ജേക്കബ് ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അതായത് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആ വലിപ്പത്തിൽ മുസ്ലിം ലീഗിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ താങ്കളോട് പറയേണ്ട ആവശ്യമില്ല. ആ പാർട്ടി ഈ ഒരു നവകേരള സദസ്സ് ഇതാ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ പലപ്പോഴും പ്രതികരിച്ച രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ എൽ ഡി എഫിലേക്ക് വരാൻ പോകുന്നു എന്നൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ അല്ല, അങ്ങനെ ഒരു വർത്തമാനം തന്നെ പറയാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതേസമയം കേന്ദ്രത്തെ എതിർക്കുന്ന കാര്യത്തിൽ, ബി ജെ പിയെ എതിർക്കുന്ന കാര്യത്തിൽ, ഗവർണറുമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നയം എന്താണ്? അവരുടെ പ്രസ്താവനകൾ എങ്ങനെയാണ് വന്നത്? കൃത്യമായി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇ ടി മുഹമ്മദ് ബഷീർ സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കേന്ദ്രത്തെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കുക, സി പി എമ്മുമായി സമരം ചെയ്യേണ്ടതാണെങ്കിൽ എന്ന്. അപ്പോൾ തന്നെ വി ഡി സതീശൻ തിരിച്ച് മറുപ്രസ്താവനയുമായിട്ട് വരിക. ഈ ഒരു വിയോജിപ്പ് ഈ പെർഫോമൻസുകളിലൊക്കെ കാണുന്നില്ലേ ശ്രീ ജേക്കബ് ജോർജ്? ലാലെ, ഈ പറഞ്ഞ കാര്യം മുസ്ലിം ലീഗുമായിട്ടുള്ള സി പി എം കുറേ മാസങ്ങളായി ഇത് സംബന്ധിച്ച് സി പി എമ്മിലേക്ക് ഇടതുപക്ഷത്തേക്ക് ലീഗിനെ ആകർഷിക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി മേഘ മാഷ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശ്രമങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തിന് പ്രധാനമായിട്ടും ആവശ്യം മുസ്ലിം ലീഗിനെ അല്ല, ലീഗ് അണികളെയാണ്. അതിന് തക്ക രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ രാഷ്ട്രീയ ഭാഗം എന്ന് പറയുന്നത് ബി ജെ പിക്കെതിരായിട്ടുള്ള ഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അത് ശ്രദ്ധിക്കണം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കേരളത്തെ ബി ജെ പിക്കെതിരായ ഒരു ശക്തിയായിട്ട് നിർത്തുക, ആ ശക്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളാണ്, സി പി എം ആണ്, ഇടതുപക്ഷമാണ് എന്ന് വരുത്തുക, ആ ഇടതുപക്ഷ ചിന്തയുടെ പ്രസക്തി ജനങ്ങളിൽ ആവർത്തിച്ചു കൊടുക്കുക. അല്ലാതെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ നാടിനെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കാർഷിക അഭിവൃദ്ധിയെക്കുറിച്ച്, കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെക്കുറിച്ച്, വ്യവസായവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിക്കുന്നത്. പൊതുവായിട്ട് അദ്ദേഹം അതാണ് സംസാരിച്ചത്. രാഷ്ട്രീയം പറയുന്ന അവസാനത്തെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. പക്ഷേ മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ കാണുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആ ഭൂമികയെ അത് ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്താൻ വേണ്ട ചേരുവകൾ അദ്ദേഹം വളരെ കൃത്യമായി, വളരെ സമവായത്തോടുകൂടി പ്രയോഗിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചേരുവ കൂടി ചേർക്കുകയാണ്. പിന്നീട് നേരത്തെ ശ്രീകുമാർ പറഞ്ഞു, കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും ഒരു ഊർജ്ജസ്വലത വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ പറയുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കാലത്ത് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു ശക്തി കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൽ കെ എസ് യുവിലൂടെ വളർന്നു വന്ന നേതാക്കൾ, എം ഹസൻ ഉൾപ്പെടെ, തിരുവനന്തപുരത്തുകാരനാണ്, ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ തിരുവനന്തപുരത്തെ ഒരു വലിയ തട്ടകമാക്കി അവരുടെ സമരഭൂമികയാക്കി മാറ്റി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും വലിയൊരു പേരോട്ടമുണ്ടാക്കി കൊടുത്ത ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് വല്ലവരും ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടതാണ്. തിരുവനന്തപുരത്തിരുന്ന് ലാലുമൊക്കെ കണ്ടതാണ്. കേരളത്തിൻ്റെ തലസ്ഥാനത്തെ നഗരസഭയിലേക്ക് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നറിയാമോ? രണ്ടക്കം തികഞ്ഞില്ല ശ്രീകുമാർ. കാരണം എന്താ? യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ക്ഷീണിച്ചുപോയി, തകർന്നുപോയി. പത്തനംതിട്ട ജില്ല ഉദാഹരണം, അവിടെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? 5 സീറ്റുകൾ. അത് തന്ത്രപ്രധാനമായ കോൺഗ്രസിൻ്റെ തട്ടകമാണ്, പ്രത്യേകിച്ച് ആൻ്റണി പക്ഷത്തിൻ്റെ തട്ടകമാണ് പത്തനംതിട്ട ജില്ല. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ഞാനൊരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ശോഷിച്ചു പോയി, ദുർബലമായിപ്പോയി.
നമ്മളൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണല്ലോ. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഊർജ്ജസ്വലത ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഭിമാനകരമാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിൽ ഒരു ദ്വന്ദ്വ രാഷ്ട്രീയം, ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണി, രണ്ട് കൊടുമുടികൾ പോലെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ ചേരികളുടെ ഇടയിലേക്ക് ഒരിടം കണ്ടെത്താൻ BJPക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ മതേതര മനസ്സിന് ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീകുമാർ, സംശയമില്ല. അവിടെയാണ് പിണറായി വിജയൻ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം വളരെ പ്രിസൈസായിട്ട്, വളരെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കേരളം കണ്ട, ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ രാഷ്ട്രീയം. ഈ യാത്രയുടെ പ്രധാന സന്ദേശവും അതുതന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഈ ലാത്തിയടി കൊള്ളാം, അതിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വളരാം, സംശയമൊന്നുമില്ല, അങ്ങനെയൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാലഹരണപ്പെട്ട രാഷ്ട്രീയമാണെന്നാണ് രാഷ്ട്രീയ പ്രയോഗവും പ്രവർത്തനവുമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വേറൊരു കാര്യം. പക്ഷേ ഈ രാഷ്ട്രീയത്തെ കാണാതെ പോകരുത്. അതെത്ര കണ്ട് പിണറായി വിജയൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരളത്തിൻ്റെ മനസ്സിൽ, കേരളത്തിൻ്റെ മതേതര മനസ്സിൽ എത്ര കണ്ട് ആഴത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേരളം ഇനി കാണാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി.